സംസ്ഥാനത്ത് കടുത്ത ചൂട് 6 ജില്ലകൾക്ക് മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, എറണാകുളം, കണ്ണൂർ ജില്ലകൾക്കാണ് മുന്നറിയിപ്പ്. കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, സംസ്ഥാനത്തെ താപനില മുന്നറിയിപ്പ് എപ്രകാരമാണ്? സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരും എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ താപനില ഉയരുമെന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, എറണാകുളം, കണ്ണൂർ ജില്ലകൾക്കാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാനാണ് സാധ്യത. എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് ഉയർന്നേക്കും. സംസ്ഥാനത്തെ ശരാശരി താപനില 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതോടൊപ്പം തന്നെ രാത്രികാലങ്ങളിലും കനത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ട്. പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്ന ഒരു കാര്യം. പകൽ 12 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയങ്ങളിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. കാരണം ഇത് സൂര്യാഘാതത്തിനും സൂര്യാതപത്തിനും കാരണമാകുമെന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. പ്രത്യേകിച്ച് കഠിനമായി ജോലി ചെയ്യുന്നവർ, നിർമ്മാണ തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, ഇത്തരത്തിൽ വെയിലത്ത് കഠിനമായി ജോലി ചെയ്യുന്നവരൊക്കെ തന്നെ സമയം പുനഃക്രമീകരിക്കണമെന്ന് ഈ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഈ സമയം ഒഴികെയുള്ള സമയങ്ങളിൽ ജോലി ചെയ്യണം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിശ്രമം എടുത്തു വേണം ജോലി ചെയ്യാൻ. പരമാവധി വെള്ളം കുടിക്കുക എന്നുള്ളൊരു നിർദ്ദേശം ആരോഗ്യ വകുപ്പും നൽകിയിട്ടുണ്ട്. ഈ വെള്ളം കുടിക്കാൻ ദാഹമില്ല എങ്കിൽ പോലും തുടർച്ചയായ ഇടവേളകളിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. കാരണം നിർജ്ജലീകരണത്തിനുൾപ്പെടെ സാധ്യതയുണ്ട്. വളരെ പ്രായമായവരും കൊച്ചുകുട്ടികളും ഒക്കെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. മാത്രമല്ല, ഈ വേനൽക്കാലങ്ങളിലാണ് പലയിടങ്ങളിലും തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അതിനെതിരെയുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശവും നിലവിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ഏതായാലും ഇനി വരുന്ന ആഴ്ചകളിലൊക്കെ തന്നെ സംസ്ഥാനം ചുട്ടുപൊള്ളും, കേരളം ചുട്ടുപൊള്ളും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ വേനൽക്കാലത്തുണ്ടാകുന്ന പകർച്ചവ്യാധികളും, പ്രത്യേകിച്ച് ചിക്കൻ പോക്സ്, മറ്റ് അസുഖങ്ങൾ, കണ്ണിനുൾപ്പെടെ ഉണ്ടാകുന്ന അസുഖങ്ങൾ, ഇതൊക്കെ തന്നെ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെതിരെയും ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ഈ പുറത്തിറങ്ങുന്ന സമയത്ത് കുട ചൂടുകയോ അല്ലെങ്കിൽ തൊപ്പി ധരിക്കുകയോ ചെയ്യുക, അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക, കൃത്യമായി പാദരക്ഷകൾ ഇട്ടതിനു ശേഷം മാത്രം പുറത്തേക്ക് ഇറങ്ങുക. 60 വയസ്സ് കഴിഞ്ഞവരും കൊച്ചുകുട്ടികളും ഒക്കെ തന്നെ വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. കാരണം ഇത് സൂര്യാതപം, ഇപ്പോൾ തന്നെ നിരവധി പേർക്ക് പൊള്ളലേറ്റതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിലും ഈ സൂര്യപ്രകാശം ഏറ്റിട്ട് കനത്ത ചൂടാണ് ഈ 12 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് അനുഭവപ്പെടുന്നത്. ശരാശരി താപനില 35 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരും എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ശരി, രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.